അപ്പോൾ ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലുള്ള സെൻറ്റ് ഏഞ്ചലോ ഫോർട്ടിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, കോട്ടയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കോട്ടയുടെ അടുത്തെത്താനാവുമ്പോൾ റോഡിന് ചെറുതായിട്ട് വീതി കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ല. ഇവിടുന്ന് നമ്മൾ ഈ ഒരു ചെറിയൊരു ഭാഗം വരുമ്പോൾ റോഡ് വീതി കുറവാണ്. അപ്പോൾ ഒരു 2 വണ്ടിക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല, ഓരോ വണ്ടി പോകണം. അപ്പോൾ നമ്മളിവിടെ എത്താൻ നേരത്തെ ഒരു വണ്ടി ഇങ്ങോട്ട് കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവരൊന്ന് റിവേഴ്സ് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആൾക്കാരായിരുന്നു എന്തായാലും. അപ്പോൾ അവർ റിവേഴ്സ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അവിടെ റിവേഴ്സ് എടുത്ത് ചെന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ടാണ്. അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട് കേട്ടോ. കുറേ ബസ്സുകളും പിന്നെ കാറുകളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടയുടെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കോട്ടയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാനെന്തായാലും വണ്ടി ഒന്ന് ഒരരികിലേക്ക് പാർക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കോട്ടയുടെ മൈതാനത്ത് നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 25 രൂപയാണ് നമുക്ക് ടിക്കറ്റിന് വരുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ നല്ല മനോഹരമായിട്ടുണ്ട് കാഴ്ച കാണാൻ, എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കോട്ടയുടെ ഒരു രേഖാചിത്രമൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെയാണ് കോട്ടയുടെ, എന്തൊക്കെയാണ് കോട്ടയിലുള്ളതെന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു കപ്പിൾസിൻ്റെ വീഡിയോ കവറിങ് നടക്കുന്നുണ്ട്. കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോട്ടയുടെ എൻട്രിയിലേക്ക് പോവുകയാണ്. ആ കാണുന്നതാണ് നമ്മുടെ കോട്ടയുടെ എൻട്രി. അപ്പോൾ എൻട്രി കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടയുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ തന്നെ നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയാണ്. അവിടുത്തെ ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സന്ദർശന ഗാലറി ഒക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഒരു വൃത്തിഹീനമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നല്ല പച്ചപ്പും എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ കോട്ടയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുകയാണ്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിനെ അഭിമുഖീകരിച്ച് കണ്ണൂർ പട്ടണത്തിൽ നിന്നും 3 കിലോമീറ്റർ മാറി സെൻറ്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ കോട്ട എന്നും ഈ കോട്ടയെ അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 40 അടി ഉയരത്തിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1755 കാലത്തെ ഡച്ചു കമാൻഡിൻ്റെ ഭാര്യയുടെയും മകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചതിൻ്റെ വിവരങ്ങൾ പഴയ ഡച്ചു ഭാഷയിൽ കൊത്തിയ ശിലാഫലകം കോട്ടയിൽ കാണാം. കോട്ടയുടെ ചരിത്രം ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ഡ അൽമോഡ ആണ് 1505 ഈ കോട്ട നിർമ്മിച്ചത്. കോലത്തിരി രാജാവിൻ്റെ സ്ഥലത്ത് 1505 ഒക്ടോബറിൽ കോട്ട പണി തുടങ്ങി. 5 ദിവസം കൊണ്ട് ആദ്യ രൂപം പൂർത്തിയാക്കി. 158 വർഷം പോർച്ചുഗീസുകാരാണ് കോട്ട ഭരിച്ചിരുന്നത്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും 1663 ഈ കോട്ട പിടിച്ചടക്കി. ചെലവ് ചുരുക്കാനായി ഡച്ചുകാർ കോട്ടയുടെ വലിപ്പം കുറച്ചു. 110 വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു. 1 ലക്ഷം രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. അങ്ങനെ 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിൻ്റെ അടിയിൽ കൂടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സൈനികർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ തുരങ്കം ഉണ്ടാക്കിയത് എന്നാണ് വിശ്വാസം. മാപ്പിളബേ തുറമുഖവും അറക്കൽ പള്ളിയും കോട്ടയ്ക്ക് അടുത്താണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഇന്ന് ഈ കോട്ട. 2015 ഡിസംബറിൽ കോട്ടയിൽ സന്ദർശകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഉത്ഖനനത്തിൽ തേങ്ങയുടെയും ഓറഞ്ചിൻ്റെയും മറ്റും വലിപ്പമുള്ള 1500ഓളം പീരങ്കി ഉണ്ടകൾ കണ്ടെത്തുകയുണ്ടായി. തുടർ ദിവസങ്ങളിൽ നടത്തിയ പര്യവേഷണങ്ങളിൽ 250 ഗ്രാം മുതൽ 9 കിലോ വരെയുള്ള തൂക്കമുള്ള 1300ഓളം ഇരുമ്പുണ്ടകൾ ആണ് ലഭിച്ചത്. നിരവധി ദിവസങ്ങൾ നീണ്ടുനിന്ന ഖനനത്തിനൊടുവിൽ 35,950 പീരങ്കി ഉണ്ടകളാണ് ആകെ കിട്ടിയത്. 10 ദിവസം കൊണ്ട് 4 കുഴികളിൽ നിന്നാണ്
ഇത്രയും വെടിയുണ്ടകൾ പുറത്തെടുത്തത്. പല വലിപ്പത്തിലുള്ള ഇവയിൽ ചിലത് പൊട്ടിയിട്ടുണ്ട്, ചിലതിൻ്റെ ഉള്ളു പൊള്ളയാണ്. 4 കുഴികളിൽ 4ാമത്തെ കുഴിയിൽ നിന്നാണ് ഏറ്റവും അധികം വെടിയുണ്ടകൾ ലഭിച്ചത്. കോട്ടമതിലിൽ വരെ ഈ ശേഖരം പരന്നു കിടന്നിരുന്നു. പോർച്ചുഗീസ്, ഡച്ച്, അറക്കൽ, ബ്രിട്ടീഷ് എന്നീ 4 ശക്തികൾ കൈമാറിയ ഈ കോട്ടയിലെ പീരങ്കിയുണ്ടകൾ ആരുപയോഗിച്ചതാണെന്ന് പഠനങ്ങളിൽ വ്യക്തമാകുമെന്ന് കരുതുന്നു. ഇരുമ്പുണ്ടകൾ തൂത്തുക്കുടിയിലും മലബാറിലുമായി നിർമ്മിച്ചതാവാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ കരുതുന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ ഉള്ളിൽ കുറേ ദൂരം നടന്നു കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങോട്ട് പോന്നപ്പോഴാണ് അതിമനോഹരമാണ്. ഇവിടെ നിന്ന് നമുക്ക് കടലിലേക്കുള്ള കാഴ്ചകളും മറ്റും കാണാൻ അതിമനോഹരമാണ്. അപ്പോൾ ഇവിടെ ഒരു കാറ്റാടി മരം കണ്ടു, ഒരു പ്രത്യേകതയുള്ളൊരു കാറ്റാടി മരം. മരത്തിൻ്റെ ഒരു അടിഭാഗം നിങ്ങൾ കണ്ടില്ലേ, ഒരു എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ, ഒരു മടങ്ങി എന്തൊക്കെയോ ഒരു സംഭവമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇവിടെയൊക്കെ കുട്ടികളൊക്കെ എല്ലാവർക്കും കയറി ഇരിക്കാനും അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ മോളവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ അത് എടുത്തതാണ്. അപ്പോൾ അതുപോലെ നിരവധി ആളുകളാണ് എന്നും ഇവിടേക്ക് കാണാൻ വരുന്നത് കേട്ടോ. കേരളത്തിൻ്റെ പുറത്തും അകത്തും നിന്നൊക്കെ നിരവധി ആളുകൾ എന്നും ഇവിടെ സന്ദർശിക്കാൻ കോട്ടയിലേക്ക് വരുന്നുണ്ട്. കോട്ടയ്ക്കുള്ളിലൂടെ നടന്നു വന്നപ്പോൾ മോള് മുകളിലേക്ക് നോക്കുന്നത് കണ്ടു. അപ്പോഴാണ് കണ്ടത് ഞാവൽ പൂത്തിരിക്കുകയാണ് കേട്ടോ. ഞാവൽ പൂത്ത് കായ്ച്ച് പഴുത്ത് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, നമുക്ക് കിട്ടുമൊന്നുമില്ല. നല്ല ഉയരത്തായത് കാരണം ഇതാ നല്ല പഴുത്ത് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? എനിക്ക് ഓർമ്മ വന്നത് ഓ സൈനബ അഴകുള്ള സൈനബ, നമ്മളെ ജയറാമേട്ടൻ്റെ ആ മൂവി ഉണ്ടല്ലോ, മൂവീൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ പാട്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ആ ഷൂട്ട് ചെയ്ത ആ ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് എൻ്റെ മോനെ സെറ്റ്. വേറൊരു അപ്പോൾ ഞാനിത് ഈ കോട്ടയുടെ മുകളിലൂടെ കയറി നടക്കുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആശിഷ് എന്ന് പറഞ്ഞൊരു പയ്യനെയാണ്. എവിടെയാണ് വീട്? അപ്പോൾ അവനെനിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അവനെടുത്ത ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ തമ്പനയിലായിട്ട് കൊടുത്തത് അവനെടുത്ത് തന്ന ഫോട്ടോസാണ് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ഈ യാത്ര. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ.
ഗൈസ്, നിങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടത്. നല്ല രസമുള്ള സ്ഥലം. അങ്ങോട്ട് നോക്കിയൊക്കെ ഒരു റിയൽ കോട്ട തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കോട്ടയിലെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 160-165 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ ഏകദേശം ഒരു 4.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ വീണ്ടും നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.